പലരും അന്ന് ഈ സുസംഗമങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ഒരു കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് തന്നെ പങ്കെടുത്തു. അവരൊക്കെ അന്ന് ആവശ്യപ്പെട്ടതാണ് സുസംഗമങ്ങൾ നടത്തുകയും അതിങ്ങനെ ഒരു പരിപാടിയായി അങ്ങ് അവസാനിക്കുകയും ചെയ്തു പോകരുത്. ഇത് ഒരു കണ്ടിന്യൂയിങ് തുടർച്ചയായി നമ്മൾ സമൂഹത്തിൽ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു കാര്യമായി വരണം എന്നുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു. എല്ലാവരും ഒരു പൊതു അഭിപ്രായം ആ കാര്യത്തിൽ എല്ലാ ജില്ലകളിലും ചെന്നപ്പോൾ വന്നതാണ്. അപ്പോൾ അതിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് അതിൻ്റെ ഒക്കെ പരമോന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ ഒക്കെ അന്ന് പങ്കെടുത്തിട്ടുണ്ട്. അതാ മേലധ്യക്ഷന്മാർ, സാംസ്കാരിക നായകന്മാർ, അങ്ങനെയൊക്കെ എല്ലാവരും. അപ്പോൾ അവർക്ക് മറ്റൊരു കൂടിച്ചേരലിന് അവസരമുണ്ടാവണം എന്ന് അന്നവരൊക്കെ പറഞ്ഞതാണ്. അതിനെ തുടർന്ന് നാളത്തെ ഈ പരിപാടിക്ക് ശേഷം ഈ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള പരിപാടികൾ തുടർന്നും വരാൻ പോകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ, രാജ്യത്തിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വിവിധ സമൂഹങ്ങളിൽ ജീവിക്കുന്ന ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഈ രാജ്യത്ത് നിർത്തേണ്ട ഒരു കാര്യമല്ല, തുടരേണ്ട ഒരു കാര്യമാണ് എന്നുള്ള നിലയിലുള്ള ആ പ്രതിജ്ഞ പുതുക്കാൻ വേണ്ടിയാണ് അന്ന് പങ്കെടുത്തവരിൽ കഴിയാവുന്നത്ര എല്ലാവരും നാളെ ഇവിടെ സംഗമിക്കുന്നു. നാളെ വൈകുന്നേരം 3 മണിക്ക് അല്ലേ, 3 മണിക്ക് ആണ് ഇവിടെ ഈ കൂടിച്ചേരൽ. സ്നേഹ സദസ്സ് എന്ന പേരിലാണ് നാളെ ഇവിടെ ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടിയിൽ ഞങ്ങളുടെ വിശിഷ്ട അതിഥി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. അദ്ദേഹത്തെയാണ് ഞങ്ങൾ ക്ഷണിച്ചത്. വളരെ സന്തോഷപൂർവ്വം ഈ സന്ദേശത്തിൻ്റെ ഒരു മാഹാത്മ്യം കണക്കിലെടുത്ത്, ഇന്നത്തെ ഇന്ത്യയിൽ അതിനുള്ള ഒരു പ്രസക്തി കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ തയ്യാറായി നാളെ ഞാൻ വരാം എന്ന് പറഞ്ഞതനുസരിച്ച് നാളെ വരികയാണ്. അപ്പോൾ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു, അതൊരു കാര്യം. അതിൻ്റെ പുറമെ അന്ന് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പരിപാടിയിൽ പങ്കെടുത്ത മതനേതാക്കൾ, അതുപോലെ തന്നെ സംഘടനാ നേതാക്കൾ, അവരൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്.